ഹലോ ഗായ്സ്, അബ്സ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. ഷെൽഫ് പാർട്ട് 3. അപ്പം നമ്മൾ എൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് ക്യാമറമാൻ ദ വൺ ആൻഡ് ഓൺലി റാഹിലാണ്. നമ്മൾ പിന്നെ സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് ഇവിടെ വെക്കും. സ്റ്റാൻഡ് ഇല്ലെങ്കിലാണ് ക്യാമറമാൻ ആവുക. അപ്പം ഉണ്ടല്ലേ ഇതേപോലത്തെ ഒരു ഇത് നമുക്ക് അയച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ 13x18 ഇതിൻ്റെ നീളം വരുന്നത്. കണ്ടില്ലേ, നീളമല്ല, സെൻറ്റിമീറ്റർ വരുന്നത്. മേലെ 18 നീളം, വീതി 18, നീളം 30 വരുന്നത്. അപ്പം നമ്മൾ ആ പീസ് നമുക്ക് നേരെ ആവശ്യമില്ലാത്തതാണ്. ഇനി നേരെ നമുക്ക് വലിച്ചെറിയാം. അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് എടുക്കും, ആവശ്യമില്ല. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. പക്ഷെ മൈക്കൈക്ക് വെച്ചാൽ കാര്യമില്ല, കാരണം നമുക്ക് സൗണ്ട് കേൾക്കത്തില്ല. മൈക്കിൽ എന്താണെന്നറിയില്ല, സൗണ്ട് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. മൈക്കയിൽ വോയിസ് ഓവർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ കേൾക്കുന്നില്ല അതൊന്നും. അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ ഒരു വീഡിയോ ഉണ്ട്, അത് ഉണ്ടാക്കി കഴിഞ്ഞത് രാത്രിയാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. അപ്പം ആ വീഡിയോയിൽ മൈക്ക് ഞാൻ ശരിയാക്കിയിരിക്കുന്നത്. പിന്നെ പശൊട്ടിച്ചപ്പോൾ കണ്ടില്ലേ, പശൊട്ടിച്ചതായിരുന്നു ചെറുതായിട്ട്. അപ്പം പിന്നെ മനസ്സിലായേക്കും എന്താ കാരണം നടന്നത് എന്നൊക്കെ. അപ്പം എല്ലാം മനസ്സിലായില്ല. അപ്പം നമുക്ക് ഒട്ടിക്കണം. പിന്നെ നമ്മൾ ക്യാമറയുടെ അതേപോലെ വാച്ചിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ വരുന്നുണ്ട് ഗായ്സ്. അപ്പം എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ് എനിക്കറിയാം ഗൈസ്. അപ്പം ക്യാമറമാൻ്റെയും വാച്ചിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു. മേശമ്മ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചു എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ മേശമ്മ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചാൽ കറക്കി എടുക്കണം, അല്ലാതെ കിട്ടില്ല. അല്ലെങ്കിൽ ചെറിയ മേശം. അപ്പോൾ ഇനി നമുക്ക് ഒരു വീഡിയോ ഇനി നമ്മൾ ഷെൽഫ് ഉണ്ടാക്കുന്ന വീഡിയോയും ഗെയിമിൻ്റെ വാച്ചിൻ്റെ ഒക്കെ കൊണ്ട് ഇനി നമ്മൾ ഷെൽഫ് ഉണ്ടാക്കുന്നുണ്ട്. ഷെൽഫും കൂടി നമ്മൾ ഉണ്ടാക്കും. അപ്പം അതൊക്കെ നിങ്ങൾ കാണും കേട്ടോ. അങ്ങനെ അത് ഒട്ടിക്കുകയാണ് ഗൈസ്. ഒട്ടിക്കുകയാണ്. കണ്ടില്ലേ, ഡിസൈൻ നോക്കാണ്. സൂപ്പർ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇനിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 30x18 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കട്ടോ ഗൈസ്. കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുക്കാൻ മറന്നു. പിന്നെ ഇവിടെ കട്ട് ചെയ്യാനും മറന്നതാണ്. എന്തൊരു ചിന്തയിൽ നേരെ ഓണാക്കിച്ച് പോണക്കണം. പിന്നെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് മൈക്കും വർക്ക് ചെയ്യണില്ല, വീഡിയോ ഓഫ് ആക്കിയിട്ടില്ല. ഭയങ്കര പൊട്ടത്തരായി പോയി ഗൈസ്. അതിൻ്റെ അടി കൂടെ അത് ഒട്ടിച്ചും ചെയ്തിരിക്കണേ ഞാനേ. അപ്പം അതാണ് പ്രശ്നം പറ്റിയത്. ഇനി ഇതെല്ലാം ഒട്ടിക്കാം. പീസ് മുറിച്ചെടുക്കട്ടെ ഗൈസ്.
ഗൈസ് നമ്മൾ ഇപ്പോഴാണ് ലൈറ്റൊക്കെ ഓൺ ആക്കുന്നത്. ലൈറ്റ് ഓൺ ആക്കാൻ മറന്നിരുന്നു. പപ്പ നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒട്ടിക്കുകയാണ്, അല്ല വെട്ടുകയാണ്. നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരിത് വേണം, നല്ല വീതിയൊക്കെ വേണം. ഒന്നേർക്കുമ്പോൾ ഒന്നുകളാം അങ്ങനെയൊക്കെയാണ് നമ്മൾ വരയ്ക്കലെന്ന് പറയുമ്പോൾ. എന്നാൽ നല്ല അടിപൊളിയായിട്ട് നല്ല മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് വരക്കാം. അല്ലാതെ ഇത് സ്കെയിൽ വെച്ച് വരച്ചാൽ എന്താപ്പം തെറ്റിപ്പോയാൽ പിന്നെ പറ്റില്ല. അതുകൊണ്ട് ആദ്യം വരച്ചിട്ട് സ്കെയിലെടുത്ത് വരച്ചിട്ട് എന്നിട്ട് സ്കെയിൽ അവിടെ വെച്ചിട്ട് നേരെ എന്താപ്പം കട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ നേരെ കട്ട് ചെയ്യുകയാണ്. കുറച്ച് ടൈം എടുക്കും, കുറച്ച് ടൈം പിടിക്കും കേട്ടോ ഗൈസ്. അപ്പം അതോളം നമുക്ക് കത്തുക്കാം. പിന്നെ സ്പീഡൊന്നും കൂട്ടുന്നില്ല, ഒന്നുമില്ല. സ്പീഡ് കൂട്ടായിട്ടാണ്. സ്പീഡ് കൂട്ടി എന്താ വെച്ചാൽ കേസ് ഒട്ടിക്കുകയാണ്. ഈ ഒരു സാധനം നമുക്ക് വെട്ടിക്കൊണ്ടിരുന്നതിന് കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ? നമ്മൾ മറ്റേ ഉണ്ടാക്കിയ പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ പീസ് നമ്മൾ നേരെ എടുത്ത് കൂട്ടി സ്കെയിൽ കൊണ്ട് വരക്കണം. അപ്പം നമ്മൾ ഈ പേർക്കും സ്കെയിൽ ഇത്രയൊക്കെയാണ്. നമുക്ക് കാത്തിക്കാം. സ്കെയിൽ എടുത്തത് ഇങ്ങനെ കിട്ടുന്ന പോലെ വെക്കണം. പിന്നെ എന്നിട്ട് ആ ഫ്രെയിം നമുക്ക് നേരെ ഒന്ന് മായ്ച്ച് കളയണം. അപ്പം റാഹിലാണ് ഇത് വരക്കണത് കേട്ടോ, റാഹിലാണ് വരക്കണത് കണ്ടില്ലേ? ഓക്കെ, അപ്പം റാഹിലാണ് വരച്ച് കഴിയട്ടെ. കണ്ടില്ലേ?
ഓക്കെ വരച്ചു. ഇനി നമുക്ക് ഒന്നും കൂടെ ഞാൻ കട്ടി കൂട്ടി ഇറക്കണം. നോക്കട്ടെ. ഇനി കട്ടിയല്ല വരക്കുക തന്നെയാണ്. ആ സൈഡ് വരച്ചിട്ടില്ലെങ്കിൽ അവിടെ വേറെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ആ ഫ്രെയിംസൊക്കെ ഒന്ന് എറേസ് ചെയ്ത് കളയുക, മരിച്ചു കളയുക. മൈക്ക എന്നാണ് നമ്മളൊക്കെ പറയുക, അല്ലെങ്കിൽ ഡബ്ബർ, മൈക്ക ഡബ്ബർ, വെടി പിസ്റ്റളൊക്കെ ഇറേസേഴ്സ്. സത്യല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം ഇതേപോലെയൊക്കെ കട്ടിക്കൊണ്ടിട്ട് നിങ്ങൾ ഈ ഷെൽഫ് നല്ല ഉപകാരമാവും. പിന്നെ കട്ടില്ലാത്താണെങ്കിൽ നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കാൻ കട്ടില്ലാത്ത മതി. പക്ഷെ മറ്റേ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കട്ടില്ല തന്നെ വേണം, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കുഞ്ഞാടും. അപ്പം നിങ്ങൾ അത് കട്ടില്ല തന്നെ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടില്ല പറഞ്ഞപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ വന്നു. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. റാഹിൽ കട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ റാഹിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് എൻ്റെ ഗ്ലാസ്സാണ്, ഓൻ്റെതല്ല. ഓൻ ചോദിച്ചതാണ് എന്നോട് ഈ ഗ്ലാസ് വെക്കട്ടെ എന്ന്. അപ്പം ഞാൻ ഓനിക്ക് കൊടുത്തതാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഓൻ വരക്കട്ടെ. വരക്കല്ലോ ഗൈസ്. എന്താപ്പാ കട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, കട്ട് ചെയ്യുന്നുണ്ട്.